ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് മുംബൈ നഗരത്തിലാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് ഒരു 12:30 രാവിലെ 8:30 എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ്. സോ കുറച്ച് ലൈറ്റായി, ഏകദേശം 12:30 ആയ സമയത്താണ് നമ്മൾ മുംബൈയിലെത്തുന്നത്. മുംബൈയിൽ നിന്ന് ഞങ്ങൾ ചെമ്പൂരായിരുന്നു ഡ്രോപ്പിംഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങളിപ്പം CST പോകുന്നു കേട്ടോ. CSTയിലാണ് നമ്മളിപ്പോൾ റൂമൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് CSTയിലാണ്. CST നമ്മൾ റൂമിലേക്ക് പോയി നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് വൃത്തിയായി ഒന്ന് ഫ്രഷായി കുളിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ഈവനിങ് ആയപ്പം ഏകദേശം ഒരു 5 മണി 5:30 ആയുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രാവുകളെ, അതായത് ഇവർ എന്താണിത് വളർത്തുന്നതാണ് കേട്ടോ. കാരണം ഇത്രയും തീറ്റകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ 2-3 ചാക്കുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ മുംബൈ നഗരത്തിലുള്ള ഒരു CSTയിലെ ഒരു മെയിൻ കാഴ്ചയാണ് ഈ ഒരു പ്രാക്കളും അതിനെ തീറ്റ കൊടുക്കുന്ന ആളുകൾ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് 2-3 ചാക്ക് തീറ്റ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം അത്രയും പ്രാവുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് CSTയിൽ നിന്ന് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു 300 മീറ്റർ ഡിഫറൻറ്റിലാണ് ഈ ഒരു പ്രാവിൻ്റെ ഈ ഒരു അവർ ഉള്ള ഈ സ്ഥലം വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു. ഇനി നേരെ നമ്മളിപ്പോൾ CST റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. സോ വേറൊന്നുമല്ല, നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ലിങ്കിങ് റോഡിലേക്ക് പോവുകയാണ്. ഷോപ്പിങ്ങിന് വേണ്ടി അവിടെ പോവുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു അവിടെ ഷോപ്പിങ്ങിനൊക്കെ വളരെ വിലക്കുറവുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? അത് അവർ ശരിക്കും ഇത് പറയുന്നത് ശരിയാണോ, അതോ നമുക്ക് അവിടെ നിന്ന് ഓഫറിൽ സാധനം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് CST റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരുപാട് തിരക്കാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി ഏകദേശം ഒരു 6-7 മണിയാകുന്ന സമയത്ത് നമ്മളിപ്പം ബന്ദ്രയിലേക്കാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. CSTയിൽ നിന്ന് ഞങ്ങൾ CSTയിലായിരുന്നു, അന്ന് ബന്ദ്രയിലേക്ക് ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ബന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. അതിനുശേഷം നമുക്കിനിയിപ്പം പുറത്തേക്ക് ഇറങ്ങണം. അതിനായിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് ഇനി നമുക്ക് ബന്ദ്ര വെസ്റ്റും ഉണ്ട്, ബന്ദ്ര ഈസ്റ്റും ഉണ്ട്. നമ്മൾ ബന്ദ്ര വെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബന്ദ്ര വെസ്റ്റ് എന്നും ബന്ദ്ര ഈസ്റ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പം ബന്ദ്ര വെസ്റ്റിലേക്കാണ് പോകേണ്ടത്. കാരണം ബന്ദ്ര വെസ്റ്റിലാണ് നമ്മുടെ എന്തുള്ളത്, നമ്മളെ ലിങ്കിങ് റോഡുള്ളത്. അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ വീടൊക്കെ ബന്ദ്ര വെസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ഷാറുഖ് ഖാൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. നാളെ നമ്മൾ എന്തായാലും ഷാറുഖ് ഖാൻ്റെ വീട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, ഇതാണ് ബന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ലിങ്കിങ് റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. ബന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5-2 കിലോമീറ്റർ അടുത്തുണ്ട് നമ്മളെ ലിങ്കിങ് റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ നൈറ്റിൽ ഒന്ന് ഇറങ്ങി ഇങ്ങനെ പോകാൻ എന്ന് വിചാരിച്ചിട്ടോ, അതാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷേ ഓട്ടോറിക്ഷ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ നൈറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഒരുപാട് അവർ എമൗണ്ട് ചോദിക്കുന്നതായിരിക്കും. കാരണം അവർ മെമ്പേഴ്സിനനുസരിച്ച് എമൗണ്ട് വയ്ക്കുക. എത്ര ആളുകളുണ്ടോ, 4 ആളുകൾക്ക് പോകാൻ പറ്റും. സോ 4 ആളുകൾക്ക് 200 രൂപ ആകും. ഇങ്ങനെ അവർ പറയാം. കാരണം ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ, 200 രൂപയ്ക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ലിങ്കിങ് റോഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ലിങ്കിങ് റോഡ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലിങ്കിങ് റോഡിൽ. പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കണ കണ്ടാൽ തന്നെ ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഫുൾ ഗേൾസിൻ്റെ ഒരു ഏരിയയാണ്. കാരണം ഗേൾസിൻ്റെ ഷൂ, അതുപോലെ തന്നെ ഗേൾസിൻ്റെ ഐറ്റംസുകൾ, ഒരുപാട് ഡ്രസ്സ്, ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഗേൾസിൻ്റെ ആണ്. സോ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബോയ്സിൻ്റെ ഒരു ഡ്രസ്സില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാൾ കാസർഗോഡാണ് കേട്ടോ. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ള ആളാണ് കേട്ടോ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുള്ള ആളാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കേരളവാലയാണ്, കേരളക്കാരനാണ്. आपने मेरे चैनल को देखा होगा, मैं प्रैंक करता हूँ क्योंकि कैमरा में पकड़ता हूँ. और प्रकाश पेशवानी चैनल पे आप जाइए, सब्सक्राइब करिए और बहुत सारा प्यार दीजिए. और ये भाई का जो चैनल है इनके ऊपर भी जाइए, सब्सक्राइब करें. और यहाँ पर आना मत भूलिए भाई, ये यहाँ पे यार तो लड़कियों की दुनिया है यार. आप लोग हमेशा आते रहो और हमेशा हमको लाइक दो और इनके चैनल को और फॉलो करो. ओके गाइस, बाय.
അങ്ങനെ ഇപ്പോൾ ഇവരൊക്കെ വിളിക്കുന്നത് നമ്മൾ അവരുടെ ഓരോ ഷോപ്പുകളൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആട്ടി പറഞ്ഞേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ക്യാഷ് വേണം പറഞ്ഞു. ക്യാഷ് ചുമ്മാ എന്താ തമാശ ഫണ്ടിന് വേണ്ടി പറഞ്ഞാണ്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൊത്തത്തിൽ കാണാനും പറ്റില്ല, പിന്നെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ചുമ്മാ അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ പോകാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു യൂട്യൂബറാണ്, ഏകദേശം 5 lakh അബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്, ഒരു ഫോട്ടോഗ്രാഫി യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ആ ഒരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ വഴിയിൽ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഷൂവിൻ്റെ ആ ഒരു ഏരിയയാണ്. പിന്നീട് നമുക്ക് ഡ്രസ്സിൻ്റെ ഏരിയകൾ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഡ്രസ്സിൻ്റെ വിലയൊക്കെ നമുക്ക് ഈ ഒരു അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ജസ്റ്റ് ചോദിക്കാം. ഓക്കെ, ये आपको आएगा 1250 का है। ओरिजिनल प्रिंट 1200। हाँ, रिड्यूस करता है, नॉट फिक्स रेट। 1200। हाँ, आई रिड्यूस नॉट फिक्स रेट, आई गिव फॉर डिस्काउंट, डोंट टेक टेंशन। ओके, तुमको कौन सा चाहिए बताओ, हम कम करके देगा। हाँ हाँ हाँ. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിച്ച മാതിരിക്ക് ഒരിക്കലും ഇവിടെ ഒരു വില കുറച്ചിട്ട് എവിടെയും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരു ഷോപ്പിൽ നിന്നും നമുക്ക് ഓഫർ പ്രൈസിൽ സാധനം കിട്ടൂല ഗൈസ്. കാരണം ഇവിടുത്തെ ഓരോ ഡ്രസ്സിൻ്റെ വില നമ്മൾ നേരത്തെ ചോദിച്ചപ്പം 1500 1200 രൂപയൊക്കെ പറയുന്നത്, 1000 റുപ്പീസിന് എബോവ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബന്ദ്ര എന്ന് പറയുന്നത് ഒരുപാട് VIP താമസിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മുടെ സൽമാൻ ഖാൻ്റെ വീട് ഇവിടെയാണ്, അതുപോലെ തന്നെ കുറേ അത്യാവശ്യം കുറച്ച് നടികളുടെ വീടുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഏകദേശം ഷാറുഖ് ഖാൻ്റെ വീട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള VIP ഏരിയയാണ് ഈ ഒരു ബന്ദ്ര എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള ഫുഡിനാണെങ്കിലും ഡ്രസ്സിനാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം നല്ല പ്രൈസ് റേഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ നിന്ന സ്ഥലത്ത് അതായത് CMTയിലൊക്കെ വളരെ വിലക്കുറവുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ കാരണം. ഇവിടെ വന്ന സമയത്ത് ഇതാണ് അവസ്ഥ. കാരണം നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ പ്രൈസ് റേഞ്ച് തന്നെ ഇവിടെ സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മുംബൈയിൽ ഫാഷൻ സ്ട്രീറ്റ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി നോക്കുക. അവിടെയൊക്കെ വില കുറവുള്ള സ്ഥലങ്ങളുണ്ട്. സോ അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് പൊട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ബാർഗിൻ ചെയ്തിട്ട് നിങ്ങൾ വില കുറച്ചിട്ട് വാങ്ങുക എന്നുള്ളതാണ്. സോ ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കിട്ടി. ക്വാണ്ടിറ്റി വളരെ കുറവും പ്രൈസ് റേഞ്ച് ഹൈയുമാകുന്നു. സോ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.